സർപ്പരൂപത്തിലേക്ക് മാറി ശിവാനി. ഇനി നീ രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ത്രിവിക്രം, എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എന്നെ വേദനിപ്പിക്കുന്നതാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം? എന്നെ വേദനിപ്പിച്ചവർക്ക് ഇത് തന്നെയാ ഗതി. അത് മാത്രമല്ല, എന്റെ കൂടെ നിന്ന് നീ എന്നെ പറ്റിച്ചില്ലേ. ശിവാനി, സർപ്പത്തിന്റെ രൂപത്തിൽ വാ. നോക്ക് ത്രിവിക്രം, ദേവി അതൊന്ന് മനസ്സിലാക്ക്. ഞാൻ നീ കരുതിയിരിക്കുന്ന പോലെയൊന്നും അല്ല. കറക്റ്റ്, ഇത് തന്നെയാ സത്യം. ഇത്രയും നാള് നീ എന്താണെന്ന് ഞാൻ കരുതിയോ അതൊന്നുമല്ല നീ എന്ന് മനസ്സിലായി. നീ വേറൊരു സൃഷ്ടി തന്നെയാ. ഞാൻ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ നടത്തിയെടുത്തിരിക്കും ശിവാനി, നടത്തിയെടുക്കും ഞാൻ. വേണ്ട ത്രിവിക്രം, വേണ്ട. ഓടി രക്ഷപ്പെടുന്നു ശിവാനി. അപ്പൊ ഞാൻ വെറുതെ നോക്കൂത്തിയായിട്ട് നിൽക്കണോ അല്ലേ? ഇന്ന് നിന്റെ നാഗരൂപം ഞാൻ എന്തായാലും കണ്ടിരിക്കും. ത്രിവിക്രം, ദേവി എന്നെ ഒന്ന് വിട്ടേക്ക്. നിന്റെ യഥാർത്ഥ രൂപം ഒന്ന് കാണിക്ക് ശിവാനി, പിന്നെ ഞാൻ വെറുതെ വിടില്ലേ. നിന്റെ യഥാർത്ഥ രൂപം എന്നെ കാണിക്കില്ലേ? ഞാനാ ശിവാനി, ത്രിവിക്രം. അയ്യോ, നീ എന്ത് പാവാ. ഇതാണ് നിന്റെ യഥാർത്ഥ രൂപം. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശിവാനി. എന്റെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോ മുതൽ നീ എന്നെ എന്റെ വീട്ടുകാരെയൊക്കെ പേടിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നീ നിന്റെ യഥാർത്ഥ രൂപത്തിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വന്ന് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? ഇപ്പൊ എനിക്ക് യാതൊരു ഭയവും ഇല്ല ശിവാനി. നിന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിന്റെ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞാ ഞാൻ നിന്നെ പ്രണയിക്കില്ല, ഓടിപ്പോവെന്ന് കരുതിയോ നീ? ഇല്ല, ഞാൻ നിന്നെ മാത്രമേ പ്രണയിക്കൂ. ഞാൻ നിന്നെ സ്വന്തമാക്കുക തന്നെ ചെയ്യും ശിവാനി. എന്താ ശിവാനി, ഇതിനൊക്കെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇത് വെറും ടീസർ മാത്രമല്ലേ. ഇനി ട്രെയിലർ വരും, ലിറിക്കൽ സോങ് വരും, അത് കഴിഞ്ഞാ വീഡിയോ സോങ്, അതെല്ലാം കഴിഞ്ഞാണ് സിനിമ. ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന കേക്ക്, തൃശ്ശൂല് നിന്നെ കല്യാണം കഴിച്ചു കാണും. എന്നാ നിങ്ങൾ രണ്ടുപേരും ദാമ്പത്യം തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ശിവാനി. എനിക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി നീ കേട്ടേ പറ്റൂ. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നീ ഇനി ചെയ്തേ മതിയാവും. ഇനി ചെയ്യാൻ പറ്റില്ല എങ്കിൽ നീ ആഗ്രഹിക്കാത്ത പലതും നടക്കുവിടെ. അജിത്തെ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം എവിടം വരെയായി? ഇതുവരെ ഒരു പുരോഗമനവും ഉണ്ടായിട്ടില്ല അച്ഛാ. നീ അവളോട് സംസാരിച്ചിരുന്നു അജിത്തെ?
അവളോട് സംസാരിക്കാൻ നീ വീണ്ടും വീണ്ടും പ്രയത്നിക്കണമായിരുന്നു. ഞാൻ എല്ലാ രീതിയിലും പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. അതോർത്ത് നീ പേടിക്കണ്ട അജിത്തെ. പ്രണയം തോന്നാൻ സമയം ആവശ്യമാണ്. പെട്ടെന്ന് തോന്നുന്നത് ആകർഷണം മാത്രം. ആ ആകർഷണം സ്നേഹമായി, ആ സ്നേഹം പ്രണയമായി മാറുന്നതിന് വേണ്ടി ഒരുപാട് സമയം വേണ്ടിവരും. എത്ര ദിവസം വേണ്ടി വരും അച്ഛാ? ആഴ്ച, 2 ആഴ്ച, മാസങ്ങൾ, എത്രയാണെന്ന് പറയാൻ കഴിയില്ല. നീ അവളുടെ അടുത്ത് എങ്ങനെ പെരുമാറും എന്നനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുക. നീ അവൾക്കിഷ്ടമാകുന്ന രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നാളെ തന്നെ ചിലപ്പോൾ ഇഷ്ടം തോന്നിയേക്കാം. അവൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്തത്, അതൊക്കെ ഞാനെങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാക്കണം. അവളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നീ മനസ്സിലാക്കണം. അതാണ് നിന്റെ ജോലി. ഇന്ന് മുതൽ തന്നെ ഞാൻ ജോലി തുടങ്ങാൻ വച്ചാ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൾ ഉറപ്പായും എന്നിലേക്ക് തന്നെ എടുക്കും. എന്ത് കാര്യമാണ് അജിത്തെ? സമയമാകുമ്പോൾ ഞാൻ എല്ലാം പറയാൻ വച്ചാ. നീ ആരാണെന്ന് ഞാൻ പറയട്ടെ. ഇച്ഛാധാരി നാഗറാണി. കൊച്ചുകുട്ടിയുടെ വേഷം കെട്ടി ഈ വീട്ടിലേക്ക് വന്നത് നീയാ. ഞങ്ങളെ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് നീയാ. ശിവാനി, ഞാനാ തൃശൂൽ. എന്താ പറ്റി? നീ എന്തിനെ പേടിക്കുന്നേ? വിറയ്ക്കുന്നുണ്ട്, വിയർക്കുന്നുണ്ട്. ശിവാനി എന്ത് പറ്റി? സുഖമില്ലേ? ചെറിയ ചൂടുണ്ടല്ലോ. ശിവാനി, പനി വല്ലതുണ്ടോ? പിന്നെ എന്ത് പറ്റി ശിവാനി? പേടിക്കാൻ മാത്രം എന്താ സംഭവിച്ചേ? ഇനി എന്തെങ്കിലും കണ്ടു പേടിച്ചതാണോ, അതോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും നിന്നെ പേടിപ്പിച്ചോ ശിവാനി? പറയേ ശിവാനി, എന്തെങ്കിലും ഒന്ന് പറയുന്നേ ശിവാനി. ശിവാനി, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല ശിവാനി. നിഴല് പോലെ ഞാൻ ഉണ്ടാവും കൂടെ. തന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ശിവാനി, പേടിക്കണ്ട ശിവാനി, കൂടെ ഞാനില്ലേ. നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ കൂടെ ഉണ്ടല്ലോ. ശിവാനി, നീ സമാധാനമായിട്ടിരിക്കെ. ഗുഡ് മോർണിംഗ് ശിവാനി. ഓ സോറി, ശിവാനി എന്ന വായിൽ വന്നേ. നാഗറാണി, ഡോണ്ട് വെറി ശിവാനി. ഈ വീട്ടിലിപ്പോ ആരുമില്ല. ചുവരുകൾക്ക് കാതും കേൾക്കില്ല. എനിക്ക് ഇന്നലെ തന്ന ബുദ്ധിമുട്ടുകൾ പോരാഞ്ഞിട്ടാണോ ഇന്നിപ്പോ നീ വീണ്ടും വന്നിരിക്കുന്നേ? ശിവാനി, അത് വെറും ഫസ്റ്റ് ഡോസ് അല്ലേ. ഇനി എത്രയോ ഡോസുകൾ ബാക്കിയെടുക്കുക. നിനക്ക് ഇതേ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുന്നോട്ട് പിന്നെ എങ്ങനെയാ സഹിക്കുക? ഇതുകൊണ്ട് നിനക്ക് എന്ത് ലാഭോ ത്രിവിക്രം? ദയവേത് എന്നെ നീ വിട്ടേക്ക്. ലാഭോ? ലാഭം ഒരുപാടുണ്ട് ശിവാനി. എന്റെ ലാഭം എന്താന്ന് ചോദിച്ചാ നീ എന്റെ സ്വന്തം ആവുമെന്നുള്ളതാ. ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. ത്രിവിക്രം, നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ശിവാനി, ദേഷ്യം വരുന്നുണ്ടോ നിനക്ക്? നോ ശിവാനി, നോ. ദേഷ്യം വരാനേ പാടില്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. നോക്ക്, എന്നെ പോലെ എപ്പോഴും കൂളായിട്ട് നടക്കണം. എങ്ങനെയാന്ന്? കൂളായിട്ട് നടക്കണം. സോ സ്വീറ്റ്. ശിവാനി, നീ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചേ പറ്റൂ. ഇല്ല എങ്കില് നീ ആഗ്രഹിക്കാത്ത പലതും എനിക്കിവിടെ ചെയ്യേണ്ടി വരും. പേടിപ്പിക്കാൻ നോക്കാണോ? എന്താ എന്താ ചെയ്യാ നീ? എന്ത് ചെയ്യുമെന്നല്ലേ? എനിക്കറിയാവുന്ന സത്യങ്ങള് ഈ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ ചെന്ന് പറയും. പാവം, വീട്ടിലുള്ള എല്ലാവരും നിന്നെപ്പറ്റി എന്തൊക്കെയോ വിചാരിച്ചു വെച്ചിരിക്കുക. അവർക്കാർക്കും അറിയില്ല
നിന്റെ മുഖമൂടിക്ക് പിന്നിലുള്ള സത്യം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ഭീകരമായിരിക്കുമെന്ന്. ശിവാനി, ഞാൻ പറയുന്നത് നീ കേൾക്കോ ഇല്ലയോ? പറയേ. എന്താ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറയേ. പറയേ ശിവാനി, പറയാൻ. അവൾ എന്താ പറയണ്ടേ? എന്ത് പറ്റി ശിവാനി? ബ്രോ, നീ എപ്പോഴാ വന്നേ? ശിവാനിയോട് നീ പറയുന്ന ഒച്ചെടുക്കുന്നുണ്ടായിരുന്നില്ലേ? അപ്പോഴേ വന്നായിരുന്നു. അവള് എന്താണാവോ പറയേണ്ടത്? അത് ശിവാനി, നീ തന്നെ പറ. ത്രിവിക്രം നിന്നോട് എന്ത് പറയാനാ നിർബന്ധിക്കുന്നത്? നിങ്ങളോട് ചോദിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ഒന്നുമില്ല ബ്രോ, ശിവാനി വളരെ ഡള്ളായിട്ടിരിക്കുന്ന പോലെ തോന്നി. അതിന്റെ കാരണം എന്താന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ, കറക്റ്റ് തന്നെയാ. രാത്രിയിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ബ്രോ, എന്നോടൊന്നും പറഞ്ഞില്ല. മോസ്റ്റ്ലി നീ ചോദിച്ച ചിലപ്പോ പറയുമായിരിക്കും. എന്താ പറ്റിയെന്ന് ചോദിക്കും ബ്രോ. ശിവാനി, എന്ത് പറ്റിയെന്ന് പറ. നീ എന്താ ആകെ വല്ലാതിരിക്കുന്നെ? പറയ് ശിവാനി. പാവം തൃശ്ശൂൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കേട്ടില്ലേ? നീ പറഞ്ഞില്ലെങ്കിൽ അവന് വല്ലാതെ വിഷമാവില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കുഴപ്പമില്ലാതെ തന്നെ ഇരിക്കുന്നേ. ശിവാനി, നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? നിന്നെ കണ്ടറിയാലോ എന്തോ കുഴപ്പമുണ്ടെന്ന്. നിനക്കും അങ്ങനെ തോന്നിയില്ലേ? ബ്രോ, മതി. അവൾക്ക് എന്തോ ഒട്ടും വയ്യാൻ തോന്നുന്നു. കുറച്ചു നേരം പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് പിന്നെ ചോദിച്ചാ പോരെ? ആ, അത് മതി. ശിവാനിക്കിപ്പോ റെസ്റ്റ് ആവശ്യമാണ്. എല്ലാം എന്താ തെറ്റാ? ബാബയുടെ വാക്കുകൾ കേൾക്കാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോയി. ബാബയുടെ വാക്കോ? എന്തൊക്കെ മുതലാളി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ജീവൻ ആപത്തുണ്ടാകുമെന്ന് നേരത്തെ അറിയായിരുന്നു. ബാബ അതെന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് അത്രയ്ക്ക് കാര്യമായിട്ടെടുത്തുമില്ല. അതിനുവേണ്ടിയാ ഈ രക്ഷാകവചം എനിക്ക് തന്നത്. ഇതുള്ളതുകൊണ്ടാ ഞാനിപ്പോ ജീവനോടെ ഇരിക്കുന്നത്. ഭാഗ്യം. ദൈവം വലിയവനാ. ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നല്ലോ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല നന്ദീശ. ഇതൊരു ചെറിയ കാര്യമായി കണ്ട് വിട്ടുകളയാൻ പറ്റില്ല. എന്നെ അറ്റാക്ക് ചെയ്തത് വീട്ടുകാരുടെ മുമ്പിൽ അതൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ലെങ്കിലും അതൊരു ചെറിയ കാര്യമായിട്ട് വിടാൻ പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ മുതലാളി? എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയവൻ ഒരു നിസ്സാരക്കാരനല്ല. അവനിൽ ഏതോ ഒരു വിശേഷ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ആരായിരിക്കും മുതലാളി അത്? നോക്ക് നന്ദീശ, ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചെല്ലാം അറിയാവുന്ന ഒരുത്തനായിരിക്കും. അവൻ നമ്മളെ നന്നായി നിരീക്ഷിക്കുന്നുണ്ടെന്നർത്ഥം. എന്നെ എങ്ങനെ നിരീക്ഷിക്കാനായി? ആരെങ്കിലും സ്പൈയെ അയക്കാൻ സാധ്യതയില്ല. എനിക്കറിയാവുന്നവർ തന്നെയായിരിക്കും ഈ കാര്യം ചെയ്തിരിക്കാൻ സാധ്യത. അവൻ ആരാണെന്നുള്ള മുഖം നോക്കി മനസ്സിലാവില്ലായിരുന്നു. മുഖംമൂടിക്ക് പിന്നിലുള്ള സത്യം അറിയാൻ നോക്കുന്നത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള പോക്ക. നോക്കേണ്ട കാര്യമില്ല. ആദ്യം ഞാനൊന്ന് റിക്കവർ ആവട്ടെ നന്ദീശ. അവനെ ഞാൻ വാ, നടക്ക്. ഇവിടെ ഇരിക്കും. ഇനി പറ, എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ ഇരിക്കുന്ന നീ? ഒന്നുമില്ല തൃശ്ശൂൽ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കെന്താ അങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. നിന്റെ നാവ് കള്ളം പറഞ്ഞാലും നിന്റെ കണ്ണ് കള്ളം പറയില്ല ശിവാനി. അതൊക്കെ എനിക്ക് മനസ്സിലാവും. പറയ്, എന്തു പറ്റി? എന്താ ശിവാനി, എന്താ പറ്റിയേ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി തരുന്നില്ലേ? എന്താ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായോ? എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ഇനി ഞാൻ കൂടുതൽ എഫേർട്ട് എടുക്കണോ? ശിവാനി, പ്ലീസ്, ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല നീ. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാണോ തൃശ്ശൂൽ?
നോക്ക് ശിവാനി, ഇതാണ് എനിക്കിഷ്ടാവാത്ത. നിന്നോട് എനിക്കൊരു തരി പോലും പ്രണയമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ചെന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ. താലി കെട്ടിയതിന്റെ കുറ്റബോധം ഇപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നവരെ നീ കാത്തിരുന്നേ പറ്റൂ. സത്യങ്ങളോ? എന്താണാവാ സത്യങ്ങള്? അതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല തൃശൂൽ. ശരി വിട് ശിവാനി, നീ തെറ്റിദ്ധരിക്കണ്ട. നിന്നോട് എനിക്കുള്ളത് കെയർ മാത്രമല്ലാതെ പ്രണയമല്ല. തൃശൂൽ, ഇഷ്ടമുള്ളവരെയല്ലേ നമുക്ക് കെയർ ചെയ്യാൻ പറ്റൂ. അതാണ് യഥാർത്ഥ പ്രണയവും. ശരി ശിവാനി, നീ എന്തായാലും റെസ്റ്റ് എടുക്ക്. നീ ആഗ്രഹിക്കുന്നത് പോലെ ഇരിക്കാൻ ഞാൻ ശ്രമിക്കാം. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ.